ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുർത്തിയുടെ ഒരു സൈസ് ചാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു അളവ് വെച്ചിട്ടാണ് ഈ കുർത്തിയുടെ സൈസ് ചാർട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എക്സസ് എസ് സ്മോൾ അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവുകൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും കേട്ടോ. ഒരുവിധം തയ്ക്കുന്നവർക്കൊക്കെ ഒരുവിധം അറിയും, പക്ഷെ അത് അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കുർത്തിയുടെ സിമ്പിളായിട്ടുള്ള കുർത്തി എങ്ങനെയാണ് അവിടെ കട്ട് ചെയ്യാമെന്നും കട്ട് ചെയ്യാന്നല്ല, ഞാനൊരു പടം വരച്ച് കാണിച്ചു തരാം. കുർത്തിയുടെ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എത്ര സൈസിലുള്ള ആളുകൾക്ക് എത്രത്തോളം ഹിപ്പ് വരും, അതുപോലെ ഷോൾഡർ വരും, ആം ഹോൾ വരും, ഇതൊക്കെയാണ് നമ്മളിതിൽ പറയണത്. നോർമലി ഈ ഒരു അളവിന് വരുന്ന അളവുകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ, മെയിൻ ആയിട്ടുള്ള അളവുകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവർക്കായാലും ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്കായാലും ഈ ചാർട്ട് നിങ്ങൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഇത് ഉപകാരപ്പെടും കേട്ടോ. സംശയമുള്ളത് നമുക്കിതിൽ നോക്കാം, ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് സൈസ് പറയാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ സൈസുകൾ നമ്മൾ കണ്ടിട്ടില്ല, അവർ ഓരോ മെഷർമെൻറ്റ് ഇപ്പോൾ എക്സസ് എസ് എം എൽ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ സംശയമുള്ളവരുണ്ടാവും, കൺഫ്യൂഷൻ ഉള്ളവർ. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ സൈസ് ചാർട്ട് വെച്ചിട്ട് നമ്മുടെ സൈസ് വെച്ചിട്ട് ഒത്തു നോക്കാം. പക്ഷെ എന്നാലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു സൈസാണ് നമ്മൾ തുടങ്ങുന്ന ഒരു സൈസ് എക്സസ് കേട്ടോ. അപ്പോൾ സ്മോളിനേക്കാളും ഏറ്റവും ചെറിയ സൈസാണ് എക്സസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് അത് എക്സസ്, പിന്നെ അതിനുശേഷം സ്മോള്, പിന്നെ മീഡിയം കഴിഞ്ഞ ലാർജ് ആണ് വരുന്നത്, ലാർജ് കഴിഞ്ഞ എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, അതുപോലെ 4XL. ഇപ്പം അങ്ങനെ ഇത്രയും അളവുകളാണ്. ഒരു നോർമൽ കുറച്ച് അളവുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലും വലിയ അളവെന്നൊക്കെ പറയുമ്പോൾ വലിയ സൈസ് ആയിരിക്കും കേട്ടോ. ഇതിലും ചെറിയ അളവെന്ന് പറയുന്നത് അതിലും ചെറിയ സൈസ് ആയിരിക്കും. അപ്പോൾ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നോർമൽ ആയിട്ടുള്ള അളവുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതാണ് നമ്മുടെ ഈ സൈസ്. ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബസ്റ്റും ചെസ്റ്റും ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊരു ഇത് ചെയ്യുമ്പോഴും ഏറ്റവും ഫസ്റ്റത്തെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്റ്റ് ഓർ ചെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൻ്റെ ഞാനൊരു പടം ഇതുപോലെ ഞാനിതിൽ വെക്കട്ടെ. എങ്ങനെ അളക്കാന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പടം വെച്ചിട്ട് നിങ്ങൾ അതുപോലെ അളന്നെടുക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ അളന്നെടുക്കുക. ബസ്റ്റ് മെഷർമെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള അളവ്. അത് നിങ്ങൾ അളന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ സീം അലവൻസ് ചേർത്ത് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ബസ്റ്റ് കേട്ടോ, അതുപോലെ വേസ്റ്റിൻ്റെ അളവും എങ്ങനെയാണെന്ന് ഞാനൊരു പടം വെക്കാം. അതുപോലെ ഹിപ്പ്, ഷോൾഡർ നമുക്കറിയാമല്ലോ, നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തേ പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ഒരു ഷോൾഡർ ബോണിൽ നിന്ന് അടുത്ത ഷോൾഡർ ബോൺ വരെ എത്രയാണോ അളവ് അതാണ് നമുക്ക് വരിക. അതാണ് നമ്മുടെ ഷോൾഡർ. അതിൻ്റെ പകുതിയാണ് ഇത് കേട്ടോ, ഈ ഒരു അളവ് വരിക. പിന്നെ അതിപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ആക്കില്ലേ നിങ്ങളെ. അപ്പോൾ ഷോൾഡർ തന്നെയാണ് ആം ഹോൾ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ആവില്ലെങ്കിൽ ഇപ്പോൾ 5.5 ഇഞ്ച് ഷോൾഡർ എടുക്കുകയാണെങ്കിൽ 5.5 ഇഞ്ച് തന്നെ ആം ഹോൾ എടുക്കാം. അല്ലെങ്കിൽ അപ്പോൾ 6 ഇഞ്ച് ആണെങ്കിൽ 6 ഇഞ്ച് എടുക്കാം. അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. അതിന് കൺഫ്യൂഷൻ ഇല്ല. എന്നാലും ചെറിയ വേരിയേഷനെ വരുള്ളൂ, എന്നാലും വലിയൊരു വേരിയേഷൻ എനിക്കിവിടെ വരില്ല. പിന്നെ ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു സൈസിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ അളന്നെടുക്കുന്നതാണ് നല്ലത്. എന്നാലും ഇത്രയൊക്കെ വരുള്ളൂ എന്നുള്ളതാണ്, ഏകദേശം ഇത്രയൊക്കെ വരുള്ളൂ എന്നുള്ള ഈ ഒരു ചാർട്ടിൽ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു ബസ്റ്റിൻ്റെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ അതിൽ എക്സസ് എന്ന് പറയുന്നത് സ്മോളിനേക്കാളും ചെറുതാണല്ലോ. ആ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തടി കുറഞ്ഞ ആളുകളായിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ഈ ബസ്റ്റ് ഞാനിവിടെ പടം വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അളവ് നോക്കുമ്പോൾ. അപ്പോൾ എടുക്കുമ്പോൾ 32 ഇഞ്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ കുർത്തിയിൽ നമ്മൾ ഇടുമ്പോൾ കുർത്തിയിൽ നമ്മൾ അടയാളപ്പെടുത്തല്ലോ, 4ആയിട്ടാണല്ലോ നമ്മുടെ കുർത്തി മടക്കി വെക്കുക. അത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് വരച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 4ആയിട്ട് മടക്കി വെക്കുമ്പോൾ ഈ ഒരു 32നെ 4ആക്കണം നമ്മൾ. 32 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ആ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ ആ തുണിയിൽ നമ്മൾ അടയാളപ്പെടുത്തി വെക്കേണ്ടത്. അത് ഓരോ അളവുകളും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇപ്പോൾ ഈ ബസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയാണ് നമുക്ക് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിൽ 32 ഇഞ്ച് എന്ന് പറയുന്നു, നമ്മൾ തുണിയിൽ എഴുതുമ്പോൾ അത് 4ആക്കാം. അപ്പോൾ അതുപോലെ സ്മോൾ എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അതുപോലെ മീഡിയം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. ചെസ്റ്റ് വരുന്ന അളവാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് അല്ല എനിക്ക് വരുന്നത്, ലാർജ് 38, എനിക്ക് XL ആണ് വരിക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 40 സൈസാണ്. പിന്നെ കറക്റ്റ് 40 സൈസ് ഇതേ ഉണ്ടാവും. ഇങ്ങനെ അളന്നെടുക്കുമ്പോൾ ഒരു XL എന്ന് പറയുന്നത് 40 സൈസ്. അപ്പോൾ ഇനി ഈ വന്നിരിക്കുന്ന അളവുകളൊക്കെ ഏകദേശം എൻ്റെ അളവിന് നമ്മൾ എടുക്കുന്ന അളവ് തന്നെയാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഏകദേശം അളവുകൾ തന്നെയാണ് നമുക്ക് വരിക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലവർക്കെങ്കിലും ഇത് അറിയാണ്ടിരിക്കുക. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഡബിൾ എക്സലിൻ്റെ ബസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 42 സൈസ് വരെ വരും. ട്രിപ്പിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി തടി കൂടും. അവരുടെ ബസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 44 ഇഞ്ച് വരും. 4XL എന്ന് പറയുമ്പോൾ 46. ഏകദേശം തടിയുള്ള ഒരു
ഒരുവിധം തടിയുള്ള ആ ഒരു അളവാണ് 4XL വരെ 46 ഇഞ്ചസ് ആണ് ഫസ്റ്റ് വരിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ ഈ ഒരു സംഖ്യ നമ്മൾ ഇതിലുള്ള സംഖ്യകളിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അതേ ആ അളവാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, വരച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. വേസ്റ്റ് എന്ന് പറയുന്ന അളവ് വേസ്റ്റ് എന്ന് പറയുന്ന അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്, നമ്മളെല്ലാവർക്കും അതുണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വേസ്റ്റ്. ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഏകദേശം ഷോൾഡറിൽ നിന്ന് ഒരു 15 ഇഞ്ച് വരെ എടുക്കാം, ഹൈറ്റ് ഉള്ള ഒരാൾക്ക് കേട്ടോ. അപ്പോൾ അതൊരു ഹൈറ്റ് ഉള്ള ആളുകൾക്ക് 15, അപ്പോൾ അത് മാറില്ലേ, മിക്കവാറും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഹൈറ്റ് ഇപ്പോൾ ഒരു നോർമൽ ഹൈറ്റ് ഉള്ളവർക്ക് ഒരു 14 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴോട്ട് എടുക്കട്ടോ, താഴോട്ട്. അത് ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു എടുക്കുന്ന അളവ് 14 ഇഞ്ച് ആയിരിക്കും കേട്ടോ. ഹൈറ്റ് കുറഞ്ഞവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹൈറ്റ് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 15 ഇഞ്ച് വരെ ഇതിന്റെ വേസ്റ്റിന്റെ ലെങ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ അടുത്ത ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ അവിടെ ആ 14 വരുന്ന, അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് എത്ര താഴോട്ട് നമ്മൾ അളന്നെടുക്കുമ്പോൾ 15 അതുപോലെ 14 വരണ ഭാഗത്ത് നമ്മൾ ചുറ്റളവെടുക്കുക. ആ ഭാഗത്ത് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ചുറ്റളവെടുക്കണം. അതിനെയാണ് എന്ത് പറയാ, ഈ വേസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ആ ഒരു അളവാണ് വേസ്റ്റിന്റെ വിഡ്ത്ത്, അതായത് വേസ്റ്റിന്റെ ചുറ്റളവില്ലേ. അപ്പൊ ആ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എക്സസൈസിൽ 28-നും 30-ന്റെ ഇടയിൽ വരുന്ന അളവുകളാണ്. ആ ഒരു അളവേ അവിടെ വരുള്ളൂ. ഏകദേശം ആളുകൾക്ക് ഒരു എക്സസിലുള്ള ഒരാൾക്ക് ഒരു സ്മോളിനേക്കാളും ചെറിയ അളവാണല്ലോ. അപ്പൊ അത് ആ ഒരു ഉള്ള ആളാണെങ്കിൽ 28-നും 30-ന്റെ ഇടയിൽ ഏകദേശം വേസ്റ്റ് വരുള്ളൂ. അത്രയും തടി കുറഞ്ഞ ആളാണല്ലോ. പിന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഒരു പൊടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. സ്മോളിനാണെങ്കിൽ 30, 32 ആ റേഞ്ചിലാണ് വരിക. ഇപ്പൊ മീഡിയത്തിനാണെങ്കിൽ 32, 34-ന്റെ ഉള്ളിൽ വരാം. അപ്പൊ അത് ഓരോരുത്തരുടെ അളവ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് തീരെ അതിപ്പോ ഒന്നും അറിയില്ലെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഞാനൊരു പടം വെക്കട്ടെ, വേസ്റ്റിൽ എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ എക്സൽ സൈസ് ആണല്ലോ, എനിക്ക് വരുന്നത് 36 ആണ്. 36 to 38-ന്റെ ഇടയിലാണ് വേസ്റ്റിന്റെ അളവ് വരുന്നത്, എക്സൽ സൈസ് വരുന്നത് കേട്ടോ. പിന്നെ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ 38-ഉം 40-ഉം, ട്രിപ്പിൾ എക്സൽ എന്ന് പറയുമ്പോൾ 42 and 40-ന്റെ ഇടയിലും 42-ന്റെ ഇടയിലാണ് വരിക. ആ വരുന്ന അളവുകളാണ് നമുക്ക് വേസ്റ്റിന്റെ അളവ് വരിക കേട്ടോ. പിന്നെ അതുപോലെ അതിപ്പോ ചെസ്റ്റിനേക്കാളും നമുക്കൊരു കുറഞ്ഞ അളവ്, ഇപ്പൊ നമ്മുടെ ചെസ്റ്റിനേക്കാളും ചെരിഞ്ഞു വരും. അത് ഞാൻ കാണിച്ചു തരാം അത് വരയ്ക്കുമ്പോൾ. പിന്നെ ഒരു 4XL എന്ന് പറയുമ്പോൾ 46-ഉം 42-നും 44-ന്റെ ഇടയിലായിരിക്കും. അതിന്റെ ഇടയിൽ ആ വരുന്ന അളവുകളായിരിക്കും കേട്ടോ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ വേസ്റ്റ് എന്താന്ന്. അത് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കി തരാം കേട്ടോ. ഇനി ഹിപ്പ് എന്ന് പറയുന്ന അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിപ്പിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് എത്ര ഇറക്കത്തിലാണ്, ചിലവർ എത്ര ഇറക്കത്തില്, ചില സ്ലിറ്റ് ഇടില്ലേ, നമ്മൾ സ്ലിറ്റ് ഉള്ള കുർത്തിക്കൊക്കെ സ്ലിറ്റ് ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയട്ടോ. അത് നമ്മുടെ ആ ഒരു ഏറ്റവും വിരിഞ്ഞൊരു ഭാഗമാണ്, നമ്മുടെ ഒരു വിരിഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗം. അപ്പൊ ഞാനൊക്കെ എടുക്കണത് ഏകദേശം 22 ഇഞ്ചൊക്കെ വരെ എടുക്കും കേട്ടോ. കാരണം നമ്മുടെ ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ട് എടുക്കുക. ആ താഴോട്ട് എടുക്കുമ്പോൾ ഒരു 22 ഇഞ്ച് വരെ നമ്മൾ എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഹിപ്പിന്റെ അളവെന്ന് പറഞ്ഞാൽ, ഞാൻ ഹിപ്പിന്റെ അളവ് പറഞ്ഞല്ലോ, ലെങ്ത് ആണ് കേട്ടോ പറയണത്. ഇനി അവിടുത്തെ വൈഡ് എടുക്കണം. അതുപോലെ ഞാൻ വേസ്റ്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം കോൺസ്റ്റന്റ് ആണ്, 14 അല്ലെങ്കിൽ 15 വരിക. ഹിപ്പിനെ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് വരില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം എടുക്കാം. ഇപ്പൊ ഹിപ്പിന് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് 22 ആണ് സ്ലിറ്റ് തുടങ്ങുന്നത് ഇഷ്ടം. ചിലർക്ക് അതിനേലും കയറി നിൽക്കണതായിരിക്കും. അപ്പൊ ചിലർക്ക് 18, 19 ആയിരിക്കാം, ചിലപ്പോൾ 20 ആയിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക. ഹിപ്പ് അവിടെ ഓപ്പൺ ചെയ്യണ ഒരു ഭാഗമല്ലേ നമ്മൾ സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തികൾക്ക്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ഇത്തിരി കയറി നിൽക്കണതായിരിക്കും ഇഷ്ടം. എനിക്ക് 22 ഇഞ്ചിലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എൻ്റെ ഹിപ്പിന്റെ. അപ്പൊ നമ്മൾ വന്നിട്ട് ആ ഒരു 22 ഇഞ്ച് വരണ ആ ഭാഗത്തെ വട്ടം നമ്മൾ എടുക്കുക. ചുറ്റളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അളവായിരിക്കും ഏകദേശം നമ്മുടെ എക്സസിന് ഒരു 36 ഇഞ്ചാണ് വരുള്ളൂ കേട്ടോ. 36 ഇഞ്ചിന്റെ ഉള്ളിൽ വരുമായിരിക്കും. അത്രയും ഒരു വരും അതിൻ്റെ ഇടയിൽ വരും. പിന്നെ ഓരോരുത്തരുടെയും ബോഡി ഷേപ്പിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ സ്മോളിന് 38, അതുപോലെ മീഡിയം 40, 42, 44, അതുപോലെ 46, 48, 50. അപ്പൊ നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള അളവുകൾ. ഇനി മെയിൻ ആയിട്ടുള്ള 2-3 അളവുണ്ട്, അതാണ് ഞാനിപ്പോ പറയാൻ പോണത് കേട്ടോ, അടുത്തതായിട്ട് പറയാൻ പോണത്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അളവാണ്, നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു അളവ് നമ്മൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. ഇപ്പൊ ഹിപ്പും അതുപോലെ വേസ്റ്റും അതുപോലെ ബസ്റ്റും നമ്മൾ എടുക്കുമ്പോൾ, തുണിയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഈ അളവിന്റെ, നമുക്ക് ഈ കിട്ടിയ അളവിന്റെ 4-ൽ 1 ഭാഗമാണ് നമ്മൾ അളന്നെടുക്കേണ്ടത് കേട്ടോ.
അളന്നെടുക്കുന്നത്, ഹിപ്പ് വരെയുള്ളത്. ഇനി ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോൾഡർ ബോൺ തൊട്ട് അടുത്ത ഷോൾഡർ ബോൺ വരെ നമ്മൾ ബാക്ക് തിരിഞ്ഞ് നിൽക്കട്ടോ. എന്നിട്ട് ആ നമ്മുടെ ഒരു ഷോൾഡർ ബോണിൽ നിന്ന് ഒരു ഷോൾഡർ ബോണിലേക്ക് എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ഇഞ്ചായിരിക്കും. എനിക്ക് 15 ഇഞ്ചാണ് ഷോൾഡർ ബോണിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഞാൻ ആ 15 ഇഞ്ചിനെ ഞാൻ എന്താ ചെയ്യണമെങ്കിൽ അതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 15ന്റെ പകുതിയാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത്. ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ 15, പക്ഷെ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് വരേണ്ടത് അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. പിന്നെ കോളറൊക്കെ ഉള്ള ചുരിദാർ, ഇപ്പോൾ കുർത്തിയൊക്കെ നമ്മൾ തയ്ക്കില്ലേ, അതിനും അതുപോലെ തന്നെ കോളർ ഇല്ലാത്ത തുണികൾക്ക് ഷോൾഡർ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട് കേട്ടോ. അത് കോളർ ഉള്ളതിന് ഫുൾ ഷോൾഡർ നമ്മൾ എത്രയാണോ 15 ഷോൾഡർ കിട്ടിയ അതിന്റെ ഹാഫ് തന്നെ എടുക്കണം. ഹാഫ് എന്ന് പറയുന്നത് 7.5. പിന്നെ ഇനി ഷോൾഡർ ഇപ്പോൾ കോളർ ഇല്ലാത്ത ഒരു കുർത്തിയാണെങ്കിൽ നമ്മൾ 7.5 എടുക്കണ്ട, 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ, നമ്മുടെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ അത് വരുത്താനുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അറിയാം, ഷോൾഡർ എടുക്കുമ്പോൾ ആ കിട്ടിയ ഷോൾഡറിന്റെ പകുതിയാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കാം കേട്ടോ. സംശയമുള്ളത് ഉണ്ടെങ്കിൽ, ബാക്കി വല്ലതുണ്ടെങ്കിൽ കമന്റ്സിൽ എന്നോട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു അളവ് തന്നെയാണ് ആം ഹോള്. ഇപ്പൊ ഇതിലൊക്കെ അതെ ഷോൾഡറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എക്സസിന് വരുന്ന അളവ് എന്ന് പറഞ്ഞാൽ 5.5. അവരുടെ സൈസ് ചെറുതാണല്ലോ, അപ്പൊ ഷോൾഡർ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെറുത് തന്നെയായിരിക്കും. നമുക്ക് ചെറിയ സൈസ് കുറഞ്ഞ ആൾക്കാരല്ലേ. അപ്പോൾ സ്മോള് 6 വരുള്ളൂ, മീഡിയം 6, അതുപോലെ മീഡിയം ഏകദേശം 6 തന്നെയാണ് വരിക. പിന്നെ ലാർജ് എന്ന് പറയുമ്പോൾ 7. ഇപ്പൊ എന്റെ എക്സൽ സൈസ് ആണല്ലോ 7.5, അത്ര തന്നെയാണ് എനിക്ക് വരുന്നത്. അപ്പൊ പിന്നെ ഇതുപോലെ ഡബിൾ എക്സലിന് 7.75 ആണ് വരുന്നത്, ട്രിപ്പിൾ എക്സലിന് 8 വരിക, 4XL-ന് 8.25 ഒക്കെയാണ് വരിക കേട്ടോ. ഈ ഒരു അളവൊക്കെയാണ് വരിക. പിന്നെ നിങ്ങൾ അളന്ന് നോക്കുക ഇതെങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിലേക്ക് പടങ്ങൾ ചെറുതായിട്ട് അവിടെ വെക്കാം കേട്ടോ. എനിക്ക് കിട്ടുന്ന പടങ്ങൾ ഞാൻ വെക്കാം. അപ്പോൾ കോപ്പിറൈറ്റ് നോക്കിയിട്ട് ഞാൻ വെക്കാം. അപ്പൊ അങ്ങനെ, അപ്പൊ ഷോൾഡർ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആം ഹോള്. അപ്പൊ ഈ ആം ഹോള് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗല്ലേ, അവിടെ അത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ കൈക്കുഴിക്ക് പിടുത്തുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോ, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടാവും, പിടുത്തൊക്കെ വരും കേട്ടോ. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് തന്നെ വെക്കണം. അപ്പൊ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ടേ. ഇപ്പൊ ഇതില് ഞാൻ എക്സസിന്റെ എടുത്തിരിക്കുന്നത് 5.5 ആണ്. ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് ഞാൻ, ഒരു 1/2 ഇഞ്ച്. നമ്മൾ എപ്പോഴും ആം ഹോൾ എടുക്കുമ്പോൾ 5-നേക്കാളും താഴേക്ക് നമ്മൾ എടുക്കരുത്, കാരണം നമുക്ക് അവിടെ ഒരു പിടുത്തം വരും. ഇപ്പൊ ഇത് 5.5 ആണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് കേട്ടോ. വലിയ സൈസിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചെറിയ സൈസ് ഇപ്പോൾ ഒരു 5-നേക്കാളൊക്കെ താഴെ വരും, 5ന്റെ ഒക്കെ വരുമ്പോൾ നമ്മൾ 5 തന്നെ ആം ഹോൾ എടുക്കരുത്. ഒരു 1/2 ഇഞ്ച്, ഒരു ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഇതിലിപ്പോ സ്മോളിന്റെ 6 ആണെങ്കിൽ, ഷോൾഡർ 6 ആണെങ്കിൽ 6.5 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ അളവുകളും നമ്മൾ എടുക്കാം. ഈ ആം ഹോള് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി അതും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തിരിക്കുന്നത് അത് തന്നെ ആം ഹോൾ എടുത്താലും തെറ്റ് വരില്ല, ഒരിക്കലും തെറ്റ് വരില്ല. തീരെ പറ്റിയില്ല ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ അറിയാത്തവരെ സംബന്ധിച്ച്, ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കേണ്ടത് കൂട്ടേണ്ടത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 2 എണ്ണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ എങ്ങനെ കുറയ്ക്കണം കൂട്ടണം എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഞാൻ ഇതിന്റെ ഷോൾഡറിന്റെ ആം ഹോളിന്റെയും സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കുറെ ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറെ വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടോക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എക്സലിന് 7.5 തന്നെ നമ്മൾ എടുത്ത അളവ് തന്നെ എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ഈ ചെറിയൊരു അളവിന് മാത്രം നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക, ബാക്കിയെല്ലാം അതേ അളവുകൾ തന്നെ എടുത്താൽ മതി. പിന്നെ കൂട്ടരുത്, കാരണം വലിയ അളവുകളാകുമ്പോൾ 8.25 തന്നെയാണ് ഇവിടെ നമുക്ക് ഷോൾഡർ വന്നിരിക്കുന്നത്. അതേ അളവ് 9 എടുക്കാൻ പാടില്ല കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ഈ ആം ഹോളിന്റെ ഈ ഭാഗം നമുക്ക് താന്നു പോട്ടാം. അപ്പൊ അത് വലിയ അളവുകളാകുമ്പോൾ അതേ അളവ് തന്നെ അടയാളപ്പെടുത്തി എടുക്കുക. പക്ഷെ ചെറിയൊരു അളവാകുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് ചെയ്യണ്ട, 5 ഒക്കെ വരുമ്പോൾ നമ്മൾ 6 ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ 6 വരികയാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ ആം ഹോള്. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതേ അളവ് തന്നെ ഇവിടെ നിന്നൊക്കെ അതേ അളവ് തന്നെ എടുത്താൽ മതി. ഇവിടെ മാത്രം ചെറിയ വ്യത്യാസം എക്സസിലും എസിലും മീഡിയത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തുണ്ടോ, ബാക്കിയൊക്കെ നമ്മൾ അതേപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫുൾ ലെങ്ത്. അപ്പോൾ ഒരു എക്സ്ട്രാ സ്മോളൊക്കെ ആവുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു 40-42 സൈസ്, അത്രയും ചെറിയ സൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലെങ്ത് എടുത്താൽ മതി, കാരണം അവരുടെ ഹൈറ്റും ഏകദേശം ആ ഒരു നിലയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിപ്പോൾ ഒരു 40-42 ഇതിലൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സൈസ് പിന്നെ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ അപ്പോൾ അതേ കണ്ടില്ലേ 40-42. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട് ഈ ഫുൾ ലെങ്ത്തിന്. ഇപ്പോൾ ചിലവർക്ക് ലെങ്ത് കുറഞ്ഞതായിരിക്കും ഇഷ്ടം. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് 46 വരെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. കണ്ടത് ഞാനിപ്പോൾ ഒരു 46ന്റെ എക്സൽ സൈസിൽ ഞാനൊരു 46 വരെ എടുക്കാറുണ്ട്.
ഫുൾ ലെങ്ത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ കാര്യമായിട്ട് ഞാൻ പറയില്ല, എന്നാലും ഇത്രയൊക്കെ അളവുകൾ ഏകദേശം എടുത്താൽ ശരിയാവും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മെഷർമെന്റ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇനി ഞാനിതിൻ്റെ ഒന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് തുണി ഇതുപോലെ, ഇപ്പോൾ ഒരു തുണി ഇതുപോലെയാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തുണി ഇങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോൾ തുണി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തുണീനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ തുണി മടക്കാൻ അറിയണം. നമ്മൾ അതെങ്ങനെയാണ് മടക്കാന്ന് വെച്ചത്, ഇതുപോലെ നമ്മൾ തുണി ഇതുപോലെ ഇതാണ് തുണിയുടെ ലെങ്ത് എന്നൊക്കെ കേട്ടോ. ലെങ്ത് 2.5 മീറ്റർ വേണം ഏകദേശം. നമുക്ക് ഒരു നല്ല കുർത്തി തയ്ക്കണമെങ്കിൽ 3/4 കുർത്തി തയ്ക്കണമെങ്കിൽ ഏകദേശം 2.5 അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ളവർക്ക് ഒരു 2.25 എന്തായാലും വേണ്ടി വരും, സ്ലീവ് അടക്കം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് സ്ലീവിനുള്ള മാറ്റി മുറിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് ഈ ഭാഗത്തുനിന്ന് അതിൽ കിട്ടും. നമ്മളിങ്ങനെ മടക്കി നമ്മുടെ സൈസ് വരുമ്പോൾ ചെറിയ സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടും. വലിയ സ്ലീവ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തുണി മുറിച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ലീവിൻ്റെ കാര്യമല്ല അപ്പോൾ പറയുന്നത്, ഞാൻ മെയിനായിട്ട് എങ്ങനെയാണ് തുണി മടക്കാമെന്ന്. അപ്പോൾ ഈ നമ്മൾ ഇതിനെ രണ്ടായിട്ട് തുണി ഇതുപോലെ മടക്കിയിട്ടാണ്. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ മടക്കും. എന്നിട്ട് ഈ ഒരു മടക്ക് നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ മടക്കി കിട്ടി. അതിനുശേഷം നമ്മൾ ഈ ഒരു തുണി ഇതിങ്ങനെ മടക്കും. ഇപ്പൊ 4 ആയല്ലോ. ഇപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുക കേട്ടോ. നമ്മൾ മടക്കിയെടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇപ്പൊ ഞാനിവിടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തുണി മടക്കി വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ അടയാളപ്പെടുത്തേണ്ടത് എപ്പോഴും ഈ ഒരു ഭാഗത്തു നിന്നാണ്. കാരണം ഇവിടെ ഫോൾഡ് വരണം. ഇവിടെയാണ് നമ്മുടെ മെയിൻ അളവുകൾ വരിക. ഇവിടെ നമുക്ക് മെയിൻ അളവ് വരുന്നത് ഇവിടെ തന്നെ, പക്ഷെ ഈ ഒരു ഭാഗത്ത് വെക്കുമ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മളിത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. ഷോൾഡർ, ആം ഹോള്, പിന്നെ അതുപോലെ ചെസ്റ്റ്, വേസ്റ്റ്, അതെങ്ങനെയാ. അപ്പോൾ ഞാൻ ആ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതുപോലെ വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. തുണി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിരിക്കാന്ന് വിചാരിക്കുക. മനസ്സിലായോ? തുണി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗമാണ് ഈ ഇതില് നമ്മൾ ഈ ഒരു ഭാഗം, ഇപ്പൊ ഈ ഒരു ഫോൾഡ് ഭാഗമാണ് ഇതില് ഈ ഒരു ഭാഗം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയണം. അപ്പൊ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത്, മനസ്സിലായല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ഫോൾഡ് വരിക. അപ്പൊ നമ്മൾ ഇവിടെയാണ് അടയാളപ്പെടുത്തുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? അപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ പൊസിഷൻ മാറ്റിയെന്ന് വിചാരിക്കും. ഇതുപോലെ വരും. തുണി ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് അടയാളപ്പെടുത്താന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ തുണിയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തുക. അപ്പൊ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തേണ്ട എന്താണ്, ഞാൻ പറഞ്ഞു ഈ ഒരു പേപ്പറിൽ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഷോൾഡർ എത്രയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കുക. അതിന്റെ പകുതിയാണ് നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ അടയാളപ്പെടുത്തേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുക. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു ഇതിൽ നമുക്ക് കാണാം ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തും. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഈ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അതേ ഷോൾഡർ ഈ ഒരു പേപ്പറിൽ ഞാൻ കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് അടുത്തത് വേണ്ടത് ആം ഹോൾ എങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഷോൾഡർ നമ്മൾ ഫുൾ ഷോൾഡറിന്റെ പകുതിയാണ് എടുക്കുക. അത് നമുക്ക് കോളർ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, കോളർ കുർത്തികളൊക്കെ ആവുമ്പോൾ നമ്മൾ കോളറില് ഫുൾ ഷോൾഡർ തന്നെ എടുക്കണം. കോളർ ഇല്ലാണ്ട് നമ്മൾ ലെങ്ത് ഉള്ള കുർത്തികളില്ലേ, ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഇറക്കാൻ വരുന്നത്, അതിന് ഈ ഫുൾ ഷോൾഡറിന്റെ കുറച്ച് കുറവ് എടുക്കണം കേട്ടോ. അതൊക്കെ വേറെ തന്നെ ചെയ്ത് ഇപ്പൊ നിങ്ങളോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ പകുതി /2 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ അവിടെ പറയുന്നത് ആം ഹോൾ ആണ്. ആം ഹോള് ഞാൻ പറഞ്ഞു ആ ഷോൾഡർ അതേപോലെ തന്നെ ആം ഹോൾ എടുക്കാൻ പറഞ്ഞു. ചെറിയ സൈസിന് മാത്രം, അതായത് എക്സ്ട്രാ സ്മോൾ ഒക്കെ ആകുമ്പോൾ മാത്രം നമ്മൾ ഒരു ഇഞ്ച് അരയിഞ്ച് ഒക്കെ കൂട്ടിയാൽ മതി. ബാക്കി ലാർജ് തൊട്ടൊക്കെ നമ്മൾ അതേ ഷോൾഡർ എടുക്കണം, അതേ അളവ് തന്നെ നമുക്ക് ആം ഹോൾ കൊടുക്കാം കേട്ടോ. അപ്പൊ ആം ഹോൾ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഇവിടെ. മനസ്സിലായോ? ഈ ഒരു ഷോൾഡർ എവിടെയാണ് അവിടെ വന്ന് നിൽക്കണ അവിടെ നിന്ന് അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി. നമുക്ക് ഇവിടെ ഒരു കർവ് ഷേപ്പ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പ്, അതാണ് നമ്മുടെ ആം ഹോൾ കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ആം ഹോളിന്റെ ലൈൻ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എടുക്കേണ്ടത് നമുക്ക് നെക്കിന്റെ ഭാഗം, നമുക്ക് എത്രയാണ് നെക്കിന്റെ വൈഡ് വേണ്ടത് അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഏകദേശം ഒക്കെ എടുക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ ഞാൻ നെക്ക് അടയാളപ്പെടുത്തി എടുക്കാറുണ്ട് ഇങ്ങനെ.
കണ്ടോ? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നെക്ക്, അപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് ആണെങ്കിൽ ഞാൻ അതെ ഇത് ഫ്രണ്ട് നെക്ക് അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ ബാക്ക് നെക്കും നമ്മൾ അതനുസരിച്ച് കൊടുക്കുക. അപ്പൊ ഇവിടെയാണ് നെക്ക് അടയാളപ്പെടുത്താന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത നമ്മുടെ മെഷർമെന്റ്, മെയിൻ മെഷർമെന്റ് ആണ് നമ്മുടെ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബസ്റ്റിന്റെ അളവ് എടുക്കുകയാണ്. അതിന്റെ അളവ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു അളവ് എടുക്കുക നമ്മൾ. അതെടുത്തിട്ട് അതിന് ഞാൻ പറഞ്ഞു അതിന്റെ 4/1 ഭാഗമാണ്. ഇപ്പോൾ 32 ഇഞ്ച് ആണെങ്കിൽ 32 ഡിവൈഡഡ് ബൈ 4 എത്രയാണോ നമുക്ക് കിട്ടുക അതാണ് നമ്മൾ ഈ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ടേപ്പ് ഇവിടെ നിന്ന് പിടിച്ച് ഇവിടെ വരുന്ന എത്രയാണോ അളവ് ആ ഒരു അളവ് വരെ നമ്മുടെ ചെസ്റ്റ് അതായത് ബസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ബസ്റ്റിന്റെ ലൈൻ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ. ഇനി ഇവിടെ നമുക്ക് ആം ഹോളിന്റെ പകുതി എടുക്കാനുണ്ട്. അപ്പൊ ആം ഹോളിന്റെ കർവ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. അതേ ഇതുപോലെ ആം ഹോളിന്റെ കർവ് വരച്ചിട്ടില്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആം ഹോൾ ലൈനില്ലേ, ഈ ഒരു ആം ഹോൾ ലൈൻ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഒരു ലൈൻ അതിന്റെ പകുതി എടുക്കുക, സെന്റർ എടുക്കുക. എന്നിട്ട് നോർമൽ ഒരു കുർത്തി തയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് നമ്മളെല്ലാവർക്കും എടുക്കുക 1.5 ഇഞ്ചാണ്. ഇവിടെ ഒരു നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളം ബാക്കിൽ കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ 1/2 ഇഞ്ച് കുറവ് എടുക്കുക. അപ്പോൾ അതേ 1.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് ദേ ഇതുപോലെ എടുക്കുക. അതെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കർവ് കിട്ടില്ലേ? അതാണ് നമ്മുടെ ഷേപ്പ്. ഏകദേശം ബാക്ക് പാർട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ഫ്രണ്ട് പാർട്ടിലേക്ക് കൊണ്ടുവരും നമ്മൾ. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് കേട്ടോ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഇത് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ. കുറെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കാട്ടോ. അപ്പൊ അങ്ങനെ അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വേസ്റ്റ് ലൈൻ ഉണ്ട്. നമ്മുടെ ഷേപ്പ് തുടങ്ങുന്ന ഭാഗം കണ്ടോ? നമ്മുടെ എല്ലാ ബോഡിക്കും നമ്മുടെ ഇതുപോലെ ഒരു ഷേപ്പ്, ഈ ഒരു ഭാഗത്തൊരു ഷേപ്പ് ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഭാഗം ഇപ്പം നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മൾ അളവെടുക്കുക. താഴോട്ട് ഒരു 14 ഇഞ്ച് എടുത്താൽ മതി. അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ 15 എടുക്കുക, അല്ലെങ്കിൽ 14 എടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ? ഈ ഒരു ഭാഗം നമ്മുടെ 14 15 ആയി വന്ന് നിൽക്കും. കണ്ടോ? അപ്പം ഞാൻ ഇതിൽ കാണിച്ചു തരാം. വേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു 14 ഇഞ്ചോ അല്ലെങ്കിൽ 15 ഇഞ്ചോ എടുത്ത് നിൽക്കുക. മനസ്സിലായോ? അപ്പൊ അതാണതേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വന്ന് നിൽക്കാന്ന് വിചാരിക്കുക. അപ്പൊ വേസ്റ്റിന്റെ ആ ഭാഗം അതാണ് നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത്, വേസ്റ്റിന്റെ നീളം 14 അല്ലെങ്കിൽ 15. അപ്പോൾ അവിടെ നമ്മൾ ചുറ്റി അളവെടുക്കുക കേട്ടോ. നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ചുറ്റി അളവെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ 4/1 ഭാഗം നമ്മൾ ഈ തുണിയിൽ അടയാളപ്പെടുത്തുക. അതാണ് ദേ ഈ ഒരു പടത്തിൽ ഞാൻ അടയാളപ്പെടുത്തി വെച്ചില്ലേ വേസ്റ്റ് ലൈൻ. അപ്പൊ ഇതാണ് നമ്മുടെ വേസ്റ്റ് ചുറ്റളവ്, അതായത് വേസ്റ്റിന്റെ ചുറ്റളവ് അതിന്റെ 4/1 ഭാഗമാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഈ അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ അതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ കേട്ടോ. ഇതേ വേസ്റ്റ് ലൈൻ ഈ ഒരു ബസ്റ്റ് ലൈനിൽ നിന്ന് ഇതേ വേസ്റ്റ് ലൈനിലേക്ക് പോയി. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഹിപ്പ് ലൈൻ ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഹിപ്പ് നമ്മൾ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ആ ചാർട്ട് കാണിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ അതെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇത് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇനി വരുള്ളൂ. 14 അല്ലെങ്കിൽ 15. കൊച്ചു കുട്ടികൾക്കൊക്കെ 13 12 അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ, ചെറിയ കുട്ടികൾക്കൊക്കെ. ബാക്കിയുള്ളവർക്കൊക്കെ നോർമൽ ഒരു അഡൾട്ട് ആയിട്ടുള്ള ആളുകൾക്കോ എല്ലാം നമുക്കൊരു 14 15 ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ, ഹൈറ്റിനനുസരിച്ചിട്ട്. ഇനി ഹിപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ ഈ ഹിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഹിപ്പിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ലിറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ഭാഗം എനിക്ക് ഇത്തിരി ഇറങ്ങി കിടക്കണതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ 22 ഇഞ്ച് എടുക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവെന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് 22 ഇഞ്ച് താഴോട്ട് ഇങ്ങനെ നമ്മൾ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുക്കുന്ന 22 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ അവിടെ 22 ഇഞ്ച് പറയണോ. നിങ്ങൾ 20 ആണെങ്കിൽ 20 എടുത്താൽ മതി. അപ്പോൾ എത്രയാണോ നമുക്ക് ഹിപ്പ് വന്നിരിക്കുന്നത് ആ ഒരു ഹിപ്പിലേക്ക് നമ്മൾ 22 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി അവിടെ നമ്മുടെ 22 ഇഞ്ച് എവിടെയാണോ പറഞ്ഞാൽ അവിടെ ചുറ്റിയിട്ട് നമ്മൾ ടേപ്പ് എടുക്കുക. ടേപ്പിൽ അളവെടുക്കുക. അപ്പം നമുക്ക് വരുന്ന അളവിന്റെ 4/1 ഭാഗം അതാണ് ദേ ഇതുപോലെ നമ്മുടെ ഹിപ്പ് ലൈൻ. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ടല്ലേ ഹിപ്പ് ലൈൻ. അപ്പൊ അവിടെ എത്രയാണ് നമുക്ക് ആ അളവ് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പൊ എനിക്കിത് കണ്ടില്ലേ ഒരു 40 ആണെങ്കിൽ നമുക്കൊരു 40 വരുന്നത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വരിക. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ അത് ഇവിടെ അടയാളപ്പെടുത്തി. അപ്പൊ അതാണ് നമ്മുടെ ഹിപ്പ് ലൈൻ. ഇതുപോലെ നമ്മുടെ ഹിപ്പ് ലൈൻ വരും. ഇത്രയും മനസ്സിലായല്ലോ ഹിപ്പ് ലൈൻ എന്താന്ന്? അപ്പൊ ഇത് ഹിപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ സ്ലിറ്റിന്റെ ഒരു ഓപ്പൺ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇത്രയും മനസ്സിലായി കഴിഞ്ഞു. ഇതിൽ ഞാൻ സീം അലവൻസുകളൊന്നും കൊടുത്തില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് ഇത് ഇനി ലാസ്റ്റ് താഴേക്ക് പോകുന്തോറും നമ്മൾ നമ്മുടെ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ ലെങ്ത് വന്നിരിക്കുന്നത്. കണ്ടോ? ഈ ഒരു പടത്തിൽ ഞാൻ കണ്ട ഈ അറ്റം വരെ ഫുൾ ലെങ്ത് ഇവിടെ തൊട്ട് ഈ അറ്റം വരെ നമ്മുടെ ഫുൾ ലെങ്ത്, അതായത് നമ്മുടെ ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് ഈ അറ്റം വരെ ഫുൾ ലെങ്ത്. അപ്പൊ നമ്മൾ ആ ഫുൾ ലെങ്ത് ഇപ്പൊ 46 ഇഞ്ചാണ് ഞാൻ എടുക്കാറ്. ഞാനൊരു 46 ഇഞ്ച് ഫുൾ ലെങ്ത് എടുക്കാറുണ്ട്. അപ്പോൾ കണ്ട ഞാൻ ഈ 46 ഇഞ്ചിലേക്ക് ഇപ്പൊ ഞാനിവിടെ ഒരു ഹിപ്പിന് ഞാനിവിടെ എന്റെ വന്നിരിക്കുന്നത് 10 ഇഞ്ചല്ല വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് ഇവിടെ 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്.
അപ്പൊ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗമല്ലേ നമ്മൾ അടിയിൽ എത്രയും കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം കൊടുക്കണ്ട, നമ്മൾ ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചോ കൊടുത്താൽ മതി. കണ്ടോ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞതേ ഇവിടെ ഒരു 12 ഇഞ്ച് വരുന്നതേ, ഇങ്ങനെ നമ്മൾ 12 ഇഞ്ചാണെങ്കിൽ 12 ഇഞ്ച് കൊടുക്കുക. ഞാനൊരു 2 ഇഞ്ച് കൂടുതൽ എടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഇതുപോലെ ഒരു 12 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ 12 ഇഞ്ച് ഇഷ്ടമല്ല, ഈ 10 ഇഞ്ച് തന്നെയാണ് ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു അര ഇഞ്ചെങ്കിലും കൂടുതൽ കൊടുക്കണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് നിന്നോളും. ഇപ്പൊ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10 കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട്, അപ്പൊ അത് ഇവിടെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഇതുപോലെ ചെരിഞ്ഞു വരും. അപ്പൊ അതാണ് നമ്മളിവിടെ കൊടുക്കുക. ആ ഭാഗത്തിന് നമ്മൾ ബോട്ടം എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഇതിന് നമ്മൾ എത്രയാണ് സീം അലവൻസ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തിന് കൂടെ ഇപ്പൊ 46 ഇഞ്ച് നമുക്ക് ഫുൾ ലെങ്ത് ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട സീം അലവൻസ് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് ഫുൾ ലെങ്ത് കൊടുക്കണം. 1.5 ഇഞ്ചാണ് നമ്മൾ ഫുൾ ലെങ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അല്ല സോറി, ഫുൾ ലെങ്ത് 46ന്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പൊ 46 + 1.5 ഇഞ്ച് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇവിടെ മടക്കി നമുക്ക് തയ്ക്കണ്ടേ, ഏറ്റവും അടിയിൽ മടക്കി തയ്ക്കാൻ, ഈ ഒരു ഭാഗത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച്. അര ഇഞ്ച് നമുക്ക് ഇതേ കണ്ടില്ലേ ഈ സീം അലവൻസ് ഇവിടെ ഒരു 1/2 ഇഞ്ച് വേണം. ഈ ഷോൾഡറുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും നമുക്ക്. അപ്പൊ അതിനാണ് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞു. കുർത്തി തയ്ക്കുമ്പോൾ എപ്പോഴും 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കട്ടോ ലെങ്ത്തിന്റെ കൂടെ. അപ്പൊ 46ന്റെ കൂടെ ഞാൻ 46 കട, അതിന്റെ കൂടെ 1.5 ഇഞ്ച് ഫുൾ ലെങ്ത് ഞാൻ കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ ഒന്നും നമ്മൾ ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പൊ മെയിൻ അളവ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ചെസ്റ്റിന്റെ 4/1 ഭാഗം, അതുപോലെ വേസ്റ്റിന്റെ 4/1 ഭാഗം, അതുപോലെ ഹിപ്പിന് 4/1 ഭാഗമായിട്ട് മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇതിന് 4/1 ഭാഗം മാത്രം. നമുക്ക് എപ്പോഴും തയ്ക്കാൻ തുണി വേണ്ടേ, നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗല്ലേ, ഈ നമ്മൾ കൊടുത്ത ഈ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ നമ്മൾ കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് കൊടുക്കണേ കേട്ടോ. 1.5 ഇഞ്ച് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. അതുപോലെ വേസ്റ്റിന്റെ ഈ ഒരു ഭാഗം വന്ന് നിൽക്കില്ലേ, അവിടെ ഞാൻ ഒരു 1.5 ഇഞ്ച് കൊടുത്തു. അപ്പൊ നമ്മുടെ സീം അലവൻസുകൾ ഇതുപോലെ തയ്യൽ തുമ്പ് ഇവിടെ റെഡിയായി കിട്ടി. കണ്ടോ, തയ്യൽ തുമ്പ് റെഡിയായി. ഇനി നമ്മൾ ഹിപ്പിൽ കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, ഇവിടെ 1.5 ഇഞ്ചല്ല നമ്മൾ കൊടുത്തത്. ഹിപ്പിൽ എപ്പോൾ കൊടുക്കുമ്പോഴും തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, 1 ഇഞ്ച്. അപ്പോൾ ഇവിടെയൊക്കെ 1.5 ഇഞ്ച് കൊടുക്കുക, ഹിപ്പിലേക്ക് 1 ഇഞ്ച് മാത്രം കൊടുക്കുക. 1 ഇഞ്ച് മാത്രം ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തൊട്ട് ഈ അറ്റം വരെ നമ്മുടെ ഈ ഒരറ്റം വരെ നമ്മൾ അടയാളപ്പെടുത്തില്ലേ, അവിടെ വരെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ 1.5 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തൊക്കെ 1.5 കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച്. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരണേട്ടോ. അത് വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും 1.5 ഇഞ്ച് കൊടുക്കുമ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗത്ത് 1.5 ഇഞ്ച്, അതുപോലെ തന്നെ ഇവിടെയും 1.5 ഇഞ്ച് സീം കൊടുക്കുക. പക്ഷെ ഹിപ്പിൽ മാത്രം 1 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ സീം. അപ്പൊ തയ്യൽ തുമ്പ് എങ്ങനെയാ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. ഷോൾഡറിന്റെയും ആം ഹോളിന്റെയും വേറെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. അപ്പൊ അതെങ്ങനെയാ കുറയ്ക്കണ്ടേ, എങ്ങനെയാ കൂട്ടണ്ടേന്ന് വരച്ചിട്ടാണ് ഞാൻ എല്ലാം വരച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതിലത് പറയുമ്പോൾ ഒരുപാട് നേരം കേട്ടോ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ഞാൻ പറയുമ്പോഴേ അത് വീഡിയോ ലെങ്ത് ആയി പോവും. അപ്പൊ നിങ്ങൾ അത് കണ്ടു നോക്കട്ടോ, അധികം പിന്നിലോട്ട് പോകണ്ട. ഞാൻ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ തന്നെ ചെയ്ത വീഡിയോ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ മെഷർമെന്റ് ചാർട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. കേട്ടില്ലേ, നമ്മുടെ ഈ ചാർട്ട് പ്രകാരം ഇതെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു തന്നു, വരച്ച് കാണിച്ചു തന്നു. അപ്പൊ ഇത്രയൊക്കെ മനസ്സിലായതിന്റെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് ചെയ്തിട്ട് ഒരു സാധാരണ ഒരു തുണി എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പൊ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഒന്ന് 2 ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് എന്തൊക്കെയാണ് പ്രോബ്ലംസ്. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ചെയ്യും തോറും നമുക്കത് കൂടുതലായിട്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എപ്പോൾ തയ്ക്കുമ്പോഴാണെങ്കിലും ഒരു പ്രാവശ്യം തയ്ച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പല പ്രാവശ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കി, പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ചിലപ്പോൾ തുണിയൊക്കെ വേസ്റ്റ് ആയിന്ന് വരും. പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റ് ചെയ്യണ രൂപത്തിലുള്ള തുണികൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ തയ്ച്ചിട്ട് ഉപയോഗിക്കണ്ടല്ലോ. പക്ഷെ എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാവും. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ ഒരിക്കലും പഠിക്കില്ല. വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.